ഇറാനിൽ സൈനിക നടപടി ഉടനില്ലെന്ന് സൂചന നൽകി ട്രംപ്. പിടിയിലായ ഇറാൻ പ്രക്ഷോഭകാരി ഇർഫാൻ സുൽത്താനിയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം മാറ്റിവെച്ചതായും വിവരങ്ങൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം ഖത്തറിലെ US സൈനിക സംവിധാനങ്ങളെ പിൻവലിക്കാൻ ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. ഇറാന്റെ ആക്രമണം മുൻകൂട്ടി കണ്ടായിരുന്നു ഈ നടപടി. ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടായേക്കുമെന്ന ആശങ്ക പ്രചരിച്ച പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ മറുപടി. പ്രക്ഷോഭകർക്കെതിരായ നടപടികൾ ഇറാൻ നിർത്തിവെച്ചുവെന്ന വിവരം ലഭിച്ചതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രക്ഷോഭകാരികൾക്കെതിരെ കടുത്ത നിയമ നടപടികളും വധശിക്ഷയും നടപ്പാക്കുന്നതിൽ നിന്ന് ഉൾപ്പെടെ പിന്മാറാമെന്ന നീക്കമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി ട്രംപ് അറിയിക്കുന്നത്. In Iran is stopping, and it's stopped, and it's stopping. And there's no plan for executions or executions. So I've been told that a good authority. We'll find out about it. I'm sure if it happens, we'll all be very upset, including you will be very upset. But that's just gotten to me, some information that the killing has stopped, that the executions have stopped. They're not going to have an execution, which a lot of people were talking about for the last couple of days. Today was going to be the day of execution. ഇറാനിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി സംബന്ധിച്ച് വ്യക്തമായ സൂചന ഒന്നും തന്നെ ട്രംപ് നൽകിയില്ല. പിടിയിലായ ഇറാൻ പ്രക്ഷോഭകാരി ഇർഫാൻ സുൽത്താനിയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം മാറ്റിവെച്ചതായി വാർത്തകളും പുറത്തുവരുന്നു. നേരത്തെ ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടായേക്കുമെന്ന സൂചന ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു. ഇന്നലെ ഖത്തറിലെ US സൈനിക സംവിധാനങ്ങളെ പിൻവലിക്കാൻ ട്രംപ് നിർദ്ദേശവും നൽകി. ഇറാന്റെ ആക്രമണം ഉൾപ്പെടെ മുൻകൂട്ടി കണ്ടായിരുന്നു നടപടി. ഭാരതം ഇറാനിലെ പൗരന്മാരോട് തിരിച്ചുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.